സങ്കടപ്പോഴേ ഈ നബാത്ത് എങ്ങനെ വെക്കണമെന്നുള്ളതൊന്ന് കാണിച്ചു തരട്ടോ. ഒരു നബാത്ത് നമ്മൾ ചെടിയിൽ വെക്കുമ്പോഴത്തിന് ആ പനയുടെ 4 പുറമുള്ള മുള്ളുകളൊക്കെ അതേമാതിരി ചെത്തി ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ കുത്തിയാണ്ടല്ലോ നമ്മളെ കണ്ണും മൂക്കൊക്കെയാണ് പോവും. ഭയങ്കര പോയസാണിത്. ചെറിയ 2 പൂവുണ്ട്, അതിൽ വെക്കണമെന്ന് കാണിച്ചു തരാം. നേരെ അതിൻ്റെ മുകളിൽ കേട്ടോ. പാനൊക്കെ നോക്കണം, എന്താ വൃത്തിയില്ലേ കാണാം. ഇപ്പം ഇതിലാണ് പൂ വെച്ച് കെട്ടേണ്ടത്. ഇതിൽ പൂ വെച്ച് കെട്ടിക്കൊണ്ടെന്നാലും 2-3 കൊലയും കൂടി ഇതിൽ വെക്കേണ്ടി വരും. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലെ കയറി. എന്താ കെട്ടണം? ആ ഇതിൽ പൂ വെക്കാൻ വേണ്ടി പോകട്ടോ. ആദ്യം നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ ചൊട്ട, ഞങ്ങളവിടെ കോച്ചാട എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്ത് കളയും. വേണ്ട അതിൽ തിക്കൻസ് കൂടുതലുണ്ടെങ്കിലും ഇതേമാതിരി ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് കളയും. കൂടുതൽ തിങ്ങിക്കഴിഞ്ഞാലും കൊല വെയിറ്റ് കൂടും. അതുപോലെ തന്നെ കൊല കനം കൂടിക്കഴിഞ്ഞാൽ പൊട്ടി തൂങ്ങും. ഇതുമാതിരി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ചിന് കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്താ വെച്ചാൽ ഈ ആൺപൂവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി അതിൻ്റെ തലപ്പ് ഒന്ന് സെറ്റാക്കും. ഇതിങ്ങനെയൊക്കെ മുറിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല നല്ല വൃത്തി ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മറ്റേതും പല വലുപ്പവും പലതും പല കോലത്തിലേക്ക് കയറാം. ഇത് സ്വന്തമായിട്ട് പരാഗണം നടക്കില്ല, ഇണ ചേരണം എന്നെങ്കിലേ പരാഗണം നടക്കുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതിൽ ആൺപൂവ് നമ്മൾ ഈ പെൺപൂവിലെടുത്ത് വെച്ച് കൊടുക്കണം. അതാണ് ഇപ്പം ഇനി നടക്കാൻ പോകുന്നത്. ആൺപൂവാണ് അപ്പോൾ വെക്കാൻ പോകണം. നേരെ കണ്ടോളി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അല്ലേ അതിൻ്റെ ഇടയിൽ വെച്ച് അതിൻ്റെ ആ പൗഡർ പോകണുണ്ടോ, അങ്ങനെ വെച്ച് കൂട്ടി അങ്ങോട്ട് കെട്ടി കൊടുക്കും. ആ പൗഡർ ഇതിൽ മിക്സ് ആകുമ്പോഴാണ് കൊല നന്നാവുക. ഇതിനിപ്പോൾ നമ്മളിതിലെന്ത് ചെയ്യുക, ഈ ആൺപൂ വെച്ച് കെട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതും പല വലുപ്പവും. അതായത് ഈത്തപ്പഴം ശരിയാവില്ല എന്നർത്ഥം. പലതും പല വലുപ്പമാവും, വൃത്തികേടാവും, കാണാൻ കോല ഉണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പഴം ഒരേ കൊലയിക്കരം ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പഴവും ഒരേ വലുപ്പം ഒരേ കളറ് എല്ലാം ആയി കിട്ടും. എന്താ വെച്ചാൽ നബാത്തിൻ്റെ കൊണ്ട് കുറച്ച് കൂടുതൽ നബാത്ത് വെക്കാം കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇപ്പോൾ ഇത്ര നബാത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മോശം വരണ്ട. ഇല്ലാത്ത ടൈമിൽ ഇതിലും കൂടുതൽ വെച്ചുകൂടാ. ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്തിനാ കുറക്കണേ. ഇതൊന്ന് കെട്ടിയാണ്ടില്ലേ അങ്ങനെ വരിഞ്ഞ് കെട്ടി കൊടുക്കും. ഏകദേശം ഇതിൻ്റെ ഈ പൂവ് വരെ മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കെട്ട് അയച്ചു കൊടുക്കും വേണം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഉണ്ട്, അതൊക്കെ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ആയി. ഇതൊക്കെ കട്ട് ചെയ്ത് കളയുള്ള ഈ കാര്യം ചിലപ്പോൾ ഒരു 4-5 കൊലയൊക്കെ വെക്കുള്ളൂ. കണ്ടോ, ഇതാണ് കെട്ടിട്ടോ. നല്ല കഷ്ടപ്പാടാണ് ഒരു ഈത്തപ്പഴം നമ്മളെ മുമ്പൊക്കെ ഒരാളായി വരുമ്പോഴത്തിന്. ഈ പൊടിയുടെ മണം എന്താണെന്നറിയോ, അപ്പം നമ്മൾ ഈ പൂവെക്കണ ഈ മരത്തിൻ്റെ പേര് സുൽത്താൻ എന്നാട്ടോ. ഇതുണ്ടോ പൂവ് കട്ടിന് കണ്ടോ, അതൊക്കെ കൊല വെച്ച് കെട്ടി. ഇത് കെട്ടി ഇവിടെ 2 ദിവസം മുമ്പ് കെട്ടിയാണ്. ഇതൊക്കെ ഇപ്പോൾ കളർ വ്യത്യാസം വരൽ തുടങ്ങി. ഇത് കണ്ടോ, ഇത് നല്ല വെള്ള കളറാണ്, ഇത് കുറച്ച് പച്ച കളറായി. പിന്നെ ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ടോ. ഇതൊക്കെ നമ്മളെ തോട്ടത്തിൻ്റെ വ്യൂ കേട്ടോ. ഈ വീഡിയോ ഒക്കെ
പനമേ തൂങ്ങി നിന്നിട്ട് എടുക്കണ പറയാം. ഞാനെന്താ ഇങ്ങനത്തെ അതിർപ്പുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണേ. അതാ പറഞ്ഞത് പൈസ നിങ്ങളെ കാണാത്ത കാഴ്ചകൾ കാണിക്കുമെന്ന് പറയില്ലേ, ആ കാഴ്ചകൾ പെട്ടതാണ്. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ. ഇത് നമ്മൾ ഗൾഫിൽ നിൽക്കണേ നമുക്കൊക്കെ ഇത് ഡെയിലി കാണാം. പ്രത്യേകിച്ച് ഈ വീടുകളിൽ നിൽക്കുന്നവർക്കൊക്കെ ഇതന്നെയല്ലേ പണി. അപ്പോൾ കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടേ പാലട മോളിൽ നിന്നും ഫൈസൽ മല്ലിശ്ശേരി. ഒരു സത്യം പറഞ്ഞുതരാം, ഒരാളെ ഉയരത്തിൽ കയറി കഴിഞ്ഞാൽ തല ചിറ്റുന്ന ഞാനാണ്. ഗൾഫിൽ വന്നതിന് ശേഷം 5 നിലയും 10 നിലയും ബിൽഡിങ്ങിൻ്റെ മുകളിലൊന്നും കയറാനൊരു പേടിയില്ല. ഇവിടെ വന്നിട്ടൊക്കെ ശീലമായി. സത്യം പറയാം, ഞാനിക്കൊരാളെ ഉയരത്തിൽ കയറി കഴിഞ്ഞാൽ തലറ്റിന്നു. ഇവിടെ വന്നിട്ട് ഈ പണിയൊക്കെ വേണ്ടിയിട്ട് പനയുടെ മുകളിൽ കയറിയിട്ടേ പേടി തീർന്നു. അപ്പോൾ അവനാനും ആണെങ്കിലേ ഒക്കെ നടക്കും. പണികൾ കാണാണ്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ ഗൾഫിലെ ജീവിതം. ഈത്തപ്പഴം നാട്ടിലേക്ക് അറബി എഴുതി വരുന്നത് നോക്കണ്ട. ഈത്തപ്പഴം ഇവിടുന്ന് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ എണ്ണമേക്കുള്ള ഇങ്ങനെ കൊണ്ടുവരുന്നത് നോക്കണ്ട. അത് നമ്മുടെ നമുക്ക് തിന്നാനെത്തുമ്പോഴത്തേനേ ഒരുപാട് പാവങ്ങളെ കഷ്ടപ്പാടുണ്ട്. ഏത് മുതലിനും ഉണ്ട്, പ്രത്യേകിച്ച് ഈത്തപ്പഴത്തിന്. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഫെബ്രുവരിയിൽ ഇതിൻ്റെ പൂവ് വരൽ തുടങ്ങും. ഈ ഫെബ്രുവരിയിൽ പൂവ് വന്നിട്ട് ഇതിൽ നബാത്ത് വന്ന് വെച്ച് കെട്ടി വൃത്തിയാക്കി ആ പനയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് വരുമ്പോഴത്തേന് ഒരു 10 മാസം 9 മാസമൊക്കെയാണ് നമുക്കതൊരു ഈത്തപ്പഴമായിട്ട് കിട്ടുന്നത്. അപ്പോൾ എത്ര മാസമാണ് ഒരു കൊല്ലത്തിൽ? 10 മാസം 9 മാസം ഈ ഒരു ഈത്തപ്പനക്കും വേണ്ടിയിട്ട് ഇതുമ്പോൾ പണികൾ നടക്കുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ ഒരൊറ്റ വിളവെടുപ്പുള്ളൂ. നമ്മളെ നാട്ടിൽ തെങ്ങ് കായ്ച്ചണ മാതിരി ഇങ്ങനെ കായ്ക്കില്ല. അതൊക്കെയാണ് പ്രത്യേകത. അപ്പോൾ ഒരു ഈത്തപ്പഴമായി വരുമ്പോഴത്തേനാകുമ്പോൾ 8-9 മാസത്തെ അധ്വാനമാണ്. ഇതിന് കുറേ വെട്ടി ഒഴിവാക്കണം കേട്ടോ.